നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളാകെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് വെബ്സൈറ്റ് തകരാർ. വിദേശത്ത് തൊഴിൽ വിസയിൽ പോകുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇ-മൈഗ്രേറ്റ് വെബ്സൈറ്റാണ് പ്രവാസികൾക്ക് ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത്. മന്ത്രാലയത്തിന്റെ ഇ-മൈഗ്രന്റ് വെബ്സൈറ്റ് പ്രവർത്തനക്ഷമമല്ലെന്ന് പരാതി ഉയർന്നിരിക്കുന്നു. ഇതുമൂലം നിരവധി പ്രവാസികളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്തതിനാൽ നിരവധി പ്രവാസികളുടെ യാത്ര മുടങ്ങുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. യാത്ര മുടങ്ങുന്ന ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലാണ് പ്രവാസികൾ. എന്നാൽ നിലവിലുള്ള സാങ്കേതിക തകരാർ പരിഹരിക്കാൻ നടപടി പുരോഗമിക്കുന്നുണ്ടെന്ന ആശ്വാസ വാർത്തയും പുറത്തുവരുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വെബ്സൈറ്റ് പുനഃസ്ഥാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് എംപിമാരായ ശശി തരൂരും അബ്ദുൽ വഹാബും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിൽ വിസയിൽ വിദേശത്തേക്ക് പോകുന്നവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത് 2019-ലാണ്. ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ 18 രാജ്യങ്ങളിലേക്ക് പോകുന്നവരാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇ-മൈഗ്രേറ്റ് വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 2019 ജനുവരി 1 മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിക്കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിറക്കിയത്. നോൺ ECR എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമില്ലാത്തവർ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. യാത്ര പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പെങ്കിലും വെബ്സൈറ്റ് വഴി വിവരങ്ങൾ നൽകണം. പക്ഷേ സന്ദർശക വിസ ഉൾപ്പെടെയുള്ള മറ്റ് വിസകളിൽ പോകുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ, ബഹ്റൈൻ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ലബനാൻ, ലിബിയ, മലേഷ്യ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സുഡാൻ, സൗത്ത് സുഡാൻ, സിറിയ, തായ്ലാന്റ്, UAE, യമൻ എന്നീ രാജ്യങ്ങളിൽ തൊഴിലിനായി പോകുന്നവരാണ് ഇ-മൈഗ്രന്റ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യേണ്ടത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ തൊഴിൽ സുരക്ഷ ലക്ഷ്യമിട്ട് 2015-ലാണ് ഇ-മൈഗ്രന്റ് പോർട്ടൽ തുടങ്ങിയത്. നിലവിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ളവരുടെ, അതായത് ECR കാറ്റഗറി പാസ്പോർട്ടുള്ളവർ തൊഴിൽ വിവരങ്ങൾ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത ശേഷമേ വിദേശത്ത് പോകാനാകുകയുള്ളൂ. വിദ്യാഭ്യാസം കുറഞ്ഞ ഇന്ത്യക്കാർ വിദേശത്ത് ചൂഷണങ്ങൾക്കിരയാവുന്നത് തടയാനായിരുന്നു ഇത്. എന്നാൽ നോൺ ECR വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരും വിദേശത്ത് വിവിധ തരം തൊഴിൽ ചൂഷണങ്ങൾക്ക് ഇരയാവുന്ന സാഹചര്യത്തിലാണ് എല്ലാവർക്കും ഇ-മൈഗ്രന്റ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത്. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.